ലോകത്തിൻ്റെ മുന്നിൽ ഈ നിധി പോലെ കൂട്ടിവെച്ചിരിക്കുന്ന ദർശനങ്ങളുണ്ട്. അത് ഈ ദേശത്തിൻ്റെ മാത്രമല്ല, സപ്തഭൂഖണ്ഡങ്ങളിലെയും അറിവുകളെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ ജംബൂദ്വീപ് എന്ന് പറയുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ദർശനങ്ങളുടെ നാട്. ദർശന ഭൂമി ഹിമാലയമാണ്. അവിടെ നിന്നാണ് സകല ദർശനം സാധ്യമായിട്ടുള്ളത്. യേശു തൊട്ട് നബി തൊട്ട് ഈയിടെ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശങ്കരാചാര്യർ, ആരെ എടുത്താലും ഗുരുദേവൻ മുതൽ എല്ലാം ദർശനങ്ങളുടെ ഒരു വലിയ ഒരു ലോകത്താണ്. അത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് അത് സാധ്യമാകുക. ആ ദർശനങ്ങളെക്കുറിച്ച് നമുക്ക് ഒരെണ്ണം കേൾക്കുമ്പോൾ ഇത് കൊള്ളാം എന്ന് പറയുമ്പോൾ മറ്റേതിനെ കുറ്റം പറയാൻ നിൽക്കരുത്. കാരണം നമ്മളതിനെക്കുറിച്ച് അറിയില്ല. അത് ഉത്ഭവം ഏഷ്യ ഭൂഖണ്ഡത്തിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ആ ഒരു ഇതിനകത്തു നിന്നായതുകൊണ്ട് എല്ലാത്തിൻ്റെ അകത്തും കിടക്കുന്നത് ചിലപ്പോൾ കാതലായിട്ടുള്ളത് ഒന്ന് തന്നെ ആയിരിക്കും. ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാത്തിലും പലതും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഒരു നദി കുറേ നാൾ ഒഴുകി കഴിയുമ്പോൾ അത് മണൽത്തിട്ടകളെ സൃഷ്ടിക്കും. ആ മണൽത്തിട്ട നദിയുടെ ഗതി പോലും തടസ്സപ്പെടുത്തും. നദി തന്നെ ഒഴുക്കിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ നദിയുടെ പ്രവാഹത്തിലാണ് ആ തിട്ട അവിടെ, മണൽത്തിട്ട, ആ ദ്വീപ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കാലക്രമേണ അത് നദിയെ തന്നെ ഇല്ലാതാക്കും എന്ന് പറയുന്നത് പോലെ ദർശനങ്ങളിൽ വന്നിട്ടുള്ള അടിഞ്ഞുകൂടിയിട്ടുള്ള ദർശിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും നമ്മുടെ പുതുതലമുറ ഈ ദർശനങ്ങളിൽ, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സിലബസ് മുഴുവൻ പകുതിയും ഈ ദർശനങ്ങളായിരിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. അതെ അതെ, സന്തോഷം. ഇത് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഭാരതത്തിനെന്നല്ല ലോകത്തിൽ തന്നെ നോക്കുന്ന സമയത്ത് ആത്മീയ ഗുരുക്കന്മാരെന്ന് പറയുന്നതെല്ലാം ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിന്നാണ്. അതെ, വേറെ ഭൂഖണ്ഡത്തിൽ നിന്ന് ആത്മീയ ഗുരുക്കന്മാരുണ്ടായിട്ടില്ല. ഇല്ല. അവിടെ ഗോത്രവർഗ്ഗങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ദർശനങ്ങൾ മുഴുവൻ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെതാണ്. ആചാര്യന്മാർ മുഴുവൻ, പ്രവാചകന്മാർ മുഴുവൻ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെതാണ്. അതിന് വൈഭവം ഈ കൈലാസമാണ്, ഹിമാലയമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ രസകരമാണ് ഈ ദർശനങ്ങൾ. ഈ ദർശനങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വിമർശിക്കുകയല്ല, പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാനും ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ചാർവാക സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്കും നെറ്റി ചുളിയുമായിരുന്നു. പക്ഷേ ഈ ചാർവാക ദർശനങ്ങളിൽ നിന്നിട്ടാണ് വേദം പോലും, വാദത്തിൽ നിന്നാണ് വേദം പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചാർവാക സിദ്ധാന്തത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് ബൃഹസ്പതി മഹർഷിയാണ്. അദ്ദേഹം പോലും വേദത്തിൻ്റെ ആചാര്യനായിട്ട് പിന്നീട് വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം നമ്മൾക്കുള്ളിലുള്ള നാസ്തികതയായിരിക്കാം, ചാർവാക ദർശനങ്ങളിലുള്ള ആകർഷണത കൊണ്ടായിരിക്കാം, ആ ആകർഷണീയതയായിരിക്കാം ഒരുപക്ഷെ നമ്മൾക്ക് പിന്നീട് നല്ല ദർശനങ്ങൾക്ക് കാരണമാകുന്ന, എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അന്നവും വെള്ളവും ഒക്കെ ആയിട്ട് മാറുന്നത്. നമ്മുടെ ചിന്താപദ്ധതികളെ മാറ്റിമറിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്പാർക്കുകളായിരിക്കും. നമ്മുടെ ഇപ്പോൾ ഈ സംസാരം പോലും ഏതെങ്കിലും ഒരു കുഞ്ഞു കുട്ടിക്ക് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു യേശു മതി, ഒരു കൃഷ്ണൻ മതി, ഒരു രാമൻ മതി, മനസ്സിലായി, ഒരു ഗുരുദേവൻ മതി. നാടിൻ്റെ ഇപ്പോഴത്തെ മാലിന്യത്തെ നീക്കാൻ ഒരുപാട് പേരൊന്നും വേണ്ട, ഒരുപാട് പേരെ കൊണ്ട് സാധ്യമാവുകയില്ല, ഒരാളെ കൊണ്ട് സാധിക്കുള്ളൂ. എപ്പോഴും അദ്ദേഹത്തിന് മതം ആവശ്യമില്ല, ഭാഷ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഭാഷയ്ക്കും അതീതരാണ് അവരെല്ലാം. അപ്പോൾ ഈ ദർശനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഭാരതീയ ദർശനങ്ങളിൽ ഏകാത്മക ദർശനമുണ്ട്. അത് ആ സിദ്ധാന്തം വളരെ വലുതാണ്. അത് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തോന്നും സൂപ്പർ, അതാണ്. അദ്വൈതം കേൾക്കുമ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് തോന്നും. അദ്വൈതം, ദ്വൈതമുണ്ട്, ദ്വൈത സിദ്ധാന്തങ്ങൾ, ത്രേത സിദ്ധാന്തം. ആ ത്രേത സിദ്ധാന്ത ദർശനങ്ങൾ വളരെ മനോഹരമാണ്. നമ്മുടെ പ്രണവവേദയിൽ അത് പരാമർശിക്കുന്നുണ്ട്, എല്ലാ സിദ്ധാന്തങ്ങളും പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചതുർവേദോപവേദോപനിഷത്ത് ദർശനങ്ങൾ, അതിൻ്റെ സിദ്ധാന്തങ്ങൾ. അത് കഴിഞ്ഞ് പഞ്ചഭൂത സിദ്ധാന്തമുണ്ട്. അക്ഷരങ്ങളൊക്കെ ജനിച്ചത് അതിൽ നിന്നാണ്. ആ പഞ്ചഭൂത സിദ്ധാന്തം, ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, സ്പർശം, രസം, ഗന്ധം, രൂപം, ദൃശ്യം, ശ്രവണം എന്നൊക്കെ പറയുന്ന ആ സിദ്ധാന്തം, അത് നമ്മൾ പഠിച്ചാലും തീരില്ലാത്ത സിദ്ധാന്തങ്ങളാണ്.
ഷൺമുഖ, ഷഡ്ഋതു, ഷഡ്ഭാവ സിദ്ധാന്തങ്ങളാണ്. ഋതുക്കൾക്കും ഋതുചര്യകളെയൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നത് ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറയുന്ന ആ 6 ഭാവങ്ങളെ വെച്ചിട്ട് നമ്മളുടെ ജീവിത രീതി ചിട്ടപ്പെടുത്തുന്നതൊക്കെ ആ സിദ്ധാന്തത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ സപ്തവർണ്ണ സപ്ത സ്വര സിദ്ധാന്തങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ശബ്ദശാസ്ത്ര സിദ്ധാന്തമാണത്. നമ്മളുടെ ശബ്ദത്തിനെ, നമ്മളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ മറ്റൊന്നുമല്ല, നമ്മളുടെ ശബ്ദം കൊണ്ട് നമുക്ക് ലോകത്തെ കീഴടക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ശാസ്ത്രമുണ്ട്, അതിൻ്റെ ശാസ്ത്രീയതയിലേക്ക് വെളിച്ചം വീശുന്നതാണത്. പിന്നെ സിദ്ധാന്തങ്ങളുണ്ട്. അതിനകത്ത് വരുമ്പോഴാണ് ഈ അഷ്ടാംഗയോഗം വരുന്നത്. അഷ്ടസിദ്ധി, അഷ്ടബുദ്ധി, അഷ്ടദിക്പാലക, അഷ്ടമാതൃക്കൾ എന്നൊക്കെ പറയുന്ന സിദ്ധാന്തങ്ങളുണ്ട്. അതും ബ്രഹ്മാണ്ടമാണ്, പഠിച്ചു തീരാൻ പറ്റാത്ത അത്രയും വലുതാണ് ആ സിദ്ധാന്തം. നവഗ്രഹ സിദ്ധാന്തമുണ്ട്. നമ്മളുടെ മുഴുവൻ ആഗ്രഹങ്ങൾക്കും കാരണമായിരിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്രമാണ് ശരിക്കും നവഗ്രഹ സിദ്ധാന്തം. നമ്മളെ ഭക്ഷണം പോലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നവഗ്രഹ സിദ്ധാന്തത്തിലാണ്. നവധാന്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഭക്ഷണം പോലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സിദ്ധാന്തം കഴിഞ്ഞിട്ട് ദശേന്ദ്രിയ സിദ്ധാന്തങ്ങളുണ്ട്. നമ്മളുടെ ശരീരത്തിലെ 10 ഇന്ദ്രിയങ്ങൾ എങ്ങനെ മനസ്സ് നിയന്ത്രിക്കും എന്നുള്ളത് പഠിക്കുന്ന ദശേന്ദ്രിയ സിദ്ധാന്തങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മനസ്സിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഏകാദശി സിദ്ധാന്തമുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ സ്ത്രീകൾ, ഭാരതത്തിലെ സ്ത്രീജനങ്ങൾ ഏകാദശി വ്രതം നോക്കുന്നവരാണ്. ആ സിദ്ധാന്തം ചെറുതായിട്ട് കാണാൻ പറ്റില്ല, കാരണം അതിനകത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അത്രയും ബ്രഹ്മാണ്ടമാണ് ഈ സിദ്ധാന്തം. കാരണം ഏറ്റവും വലുത് മനസ്സാണ്. ആ മനസ്സിനെ എങ്ങനെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാം, മറ്റുള്ളവരെ എങ്ങനെ ഉത്സാഹിപ്പിക്കാം എന്നുള്ള ദർശനവുമായിട്ടാണ് അത് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടോ ദ്വാദശ സിദ്ധാന്തം എന്നും പറഞ്ഞുള്ള സൂര്യൻ്റെ 12 ഭാവങ്ങൾ. അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സൂര്യ സിദ്ധാന്തം എന്ന് പറയും. അതായത് പരബ്രഹ്മ സിദ്ധാന്തം. സർവ്വജീവനും കാരണമായിരിക്കുന്ന, ഭൂമിയിലെ സർവ്വജീവനും കാരണമായിരിക്കുന്ന ആ സിദ്ധാന്തം. അതിൽ നിന്നിട്ടാണ് മാസങ്ങളൊക്കെ രൂപപ്പെടുന്നത്. അങ്ങനെയുള്ള സിദ്ധാന്തം 12 മാസങ്ങളൊക്കെ ഈ ദ്വാദശ ഭാവം വെച്ചിട്ടാണ് ആ സിദ്ധാന്തം. ഇത് കൂടാതെ നമ്മൾ നിരവധിയായിട്ടുള്ള ദർശനങ്ങൾ, സിദ്ധാന്തങ്ങളിലൂടെയാണ് ഇങ്ങോട്ട് പോന്നേക്കുന്നത്. ഇത് കൂടാതെ വന്നേക്കുന്നതാണ് മതദർശനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർവാക ദർശനങ്ങൾ വന്നിട്ടുണ്ട്. ചാർവാക ദർശനത്തിൽ തന്നെ ഉള്ളതാണ് ബുദ്ധ ദർശനങ്ങൾ, ജൈന ദർശനങ്ങൾ. ജൈന ദർശനത്തിൽ തന്നെ അനേകാന്തവാദവും സ്യാദുവാദവും എന്ന് പറഞ്ഞ 2 വാദരീതികളുണ്ട്. 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത്. അത് 2-ൽ ഏതാ ശരിയെന്ന് ചോദിച്ചാൽ അതിലും നമുക്ക് ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ഈ 2 ശാഖകളിലേക്ക് പോകുന്ന, ഈ ജൈനനിൽ തന്നെ 2 ശാഖകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്. ഇതുപോലെ തന്നെ സിഖ് സിദ്ധാന്തങ്ങളുണ്ട്. അതുപോലെ തന്നെ സാഖ്യവേദമുണ്ട്, യോഗ ദർശനങ്ങളുണ്ട്, ന്യായ ദർശനങ്ങളുണ്ട്, വൈശേഷിക ദർശനങ്ങളുണ്ട്. ഇതൊന്നും കൂടാതെ ക്ഷേത്ര ദർശനങ്ങളുണ്ട്. ഇതൊന്നുമല്ലാതെ രാഷ്ട്ര ദർശനമുണ്ട്, ശാസ്ത്ര ദർശനമുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഈ പ്രണവവേദം എന്ന് പറയുന്ന വേദം. അതായത് ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും അറിവിനെ ചേർത്ത് വയ്ക്കുന്ന സർവ്വ ജീവലോകത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വരെ ജീവിച്ചിരുന്ന മുഴുവൻ ദർശനങ്ങളെയും ദാർശനികരെയും അവരുടെ എല്ലാ വീക്ഷണങ്ങളെയും ഒരു പരിധി വരെ ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് പ്രണവവേദത്തിൽ പറ്റും. കാരണം നമ്മൾ ഒരു ജീവിയിൽ നിൽക്കാതെ ഏത് ജീവനാണ് സ്വീകരിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക. അറിവിനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുക, നേതി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. വേദാന്തികളുടെ നാടാണ് അതുകൊണ്ട് ഭാരതം. കാരണം ഇന്നലത്തെ അറിവിൽ അവിടെ ഉടക്കി നിൽക്കുകയല്ല, നാളത്തേന് സ്വീകരിക്കാനായിട്ടുള്ള ഒരു കഴിവാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാം. അതായത് പ്രണവവേദത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഈ എല്ലാത്തിനെ കുറിച്ചും സമഗ്രമായ ഒരു അറിവ് കിട്ടുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിനെ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി അതിനെ മനസ്സിലാക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും. ശരിക്കും നമ്മളുടെ ഭാരതീയ ദർശനങ്ങളെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ത്രേത സിദ്ധാന്തം എന്ന് പറയുന്നത് 8,69,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ത്രേത സിദ്ധാന്തം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത്രയും വർഷം പഴക്കമെന്ന്. അതല്ല, കാലഗണന ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് കലിയുഗം തുടങ്ങിയിട്ട് 5127 കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ദ്വാപരയുഗം,
അതിനു മുമ്പുള്ള ത്രേതായുഗം, ഇപ്പം നമ്മൾ നിൽക്കുന്ന കലിയുഗം, ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള കണക്കും ചരിത്രങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ഇതൊന്നും നമ്മൾ അറിയാതെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് പലരും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 3000 വർഷം 4000 വർഷത്തെ പഴക്കമാണ് നമ്മളുടെയൊക്കെ മനുഷ്യ രാശിക്കുള്ളൂ, അല്ലെങ്കിൽ 10,000 വർഷം അതിനപ്പുറത്തേക്കില്ല. അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഇവിടെ കോറിയിട്ടിട്ടുണ്ട്, മായ്ക്കാനോ മറയ്ക്കുവാനോ പറ്റാത്ത രീതിയിൽ. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ദർശനങ്ങളിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ആ ദർശനങ്ങളിലുള്ള നന്മകളെ ഒരിക്കലും ഒഴിവാക്കരുത്, ഒഴിവാക്കാൻ പറ്റില്ല. അത് എത്രയോ കോടിക്കണക്കിന് ജനങ്ങളിൽ സമ്പാദിച്ചെടുത്ത, അവർ വ്രതമെടുത്ത നേടിയ അറിവാണ്. അതിനെ വെറുതെ പുച്ഛിച്ച് തള്ളുകയല്ല വേണ്ടത്. അതിനെ എടുത്തിട്ട് നമ്മൾ പുതിയ ഒരു ലോകക്രമത്തിലേക്ക് അതിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മളുടേതായിട്ടല്ല, അത് അവരുടേതായിട്ട് തന്നെ. നമ്മളുടെ പൂർവ്വ ആചാര്യന്മാരുടെ ആ സൂര്യ തേജസ്വികളായിട്ടുള്ള അവരുടെ ജ്ഞാനം, അവരെത്രയോ വിശപ്പ് സഹിച്ച അവരുടെ ആമാശയങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതായിരിക്കാം ആ ആശയങ്ങൾ. തീർച്ചയായും. അപ്പോൾ ആ ആശയങ്ങളെ നമ്മൾ അതുപോലെ തന്നെ പഠിക്കുകയും പുതിയ തലമുറയിലേക്ക് പകരുകയും, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ദർശനങ്ങളും കേട്ട് വളരുന്ന തലമുറ എങ്ങനെയുള്ളതായിരിക്കും എന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. അല്ലേ? അപ്പോൾ ഈ ദർശനങ്ങളൊന്നും കേൾക്കാതെയാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് വളരുന്നത്. അതിൻ്റേതായിട്ടുള്ള ദൂഷ്യഫലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദർശനങ്ങളെ മുഴുവൻ എന്തിനൊക്കെ വേണ്ടിയിട്ട് മൂടി വയ്ക്കുകയാണ് നമ്മളുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദർശനങ്ങളെ ഓപ്പണാക്കുന്ന ഒരു പ്രക്രിയയിലേക്കും പ്രതിഭാസത്തിലേക്കും. അപ്പോൾ ഓരോ ദർശനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ നെറ്റി ചുളിയാതെ നമ്മളുടെ നെറ്റിത്തടം ശരിക്കും വികസിക്കണം, നമ്മളുടെ ബ്രെയിനിന് അത് ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാവണം. ശരിക്കും ഈ ദർശനങ്ങളൊക്കെ തൊഴുകയോടെ അല്ലാതെ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഏതൊരു പ്രവാചകൻ്റെതായാലും അവരുടെ പ്രവചനങ്ങൾക്ക് എത്ര കാലം ചെന്നാലും ഒരു പഴക്കവും ഉണ്ടാവില്ല, അത് പുതുമയോടുകൂടി തന്നെ നിൽക്കും. അപ്പോൾ ആ ദർശനങ്ങളെ നമ്മുടെ മക്കൾ ശരിക്കും ആസ്വദിക്കണം. ഈ വീഞ്ഞ് പഴകും തോറും വീഞ്ഞ് കൂടും എന്ന് പറഞ്ഞ പോലെ ദർശനങ്ങൾക്കും അതുപോലെ തന്നെയാണ്. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നതാണ്, പലതും നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് ഇന്ന് പറഞ്ഞാണോ ഇന്നലെ പറഞ്ഞാണോ എന്നുള്ള അത്രയും ബ്രഹ്മാണ്ടമാണ് ഇതല്ലേ. കണ്ണ് നനയിക്കുന്നതാണ് പലപ്പോഴും, കരളലിയിക്കുന്നതാണ് പലരുടെയും ജീവിതം. അങ്ങനെ നേടിയിട്ടുള്ള ദർശനങ്ങളെ നമ്മളുടെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങും അതുപോലെ തന്നെ പ്രണവവേദയും മോഹൻജി ഒക്കെ എന്താ പറയുന്നത്, ഈ പറയുന്ന പോലെ ഇല്ലാത്ത ദീക്ഷയും സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് ദീക്ഷ നല്ലൊരാശയമാണ്, ഒരിക്കലും വേദനിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദീക്ഷയെക്കുറിച്ച് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ദീക്ഷ ഒരു കച്ചവട രീതിയിലേക്ക് വരുന്നത് കൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും ജനങ്ങളത് അറിയണം. അത് വെറും ഒരു വില കുറഞ്ഞൊരു കാര്യമല്ല, അല്ലെങ്കിൽ ചില പടവുകൾ കയറാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. അത് ശരിക്കും അതിൻ്റെ അർത്ഥതലം വളരെ വിശാലമാണ്, വളരെ വലുതാണ്. മറ്റ് എല്ലാം ത്യജിച്ച് സ്വപ്നങ്ങളെല്ലാം സ്വന്തമായിട്ടുള്ള നമ്മളുടെ ചിന്താപദ്ധതികളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മളുടെ അച്ഛനും അമ്മയും പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ വളർന്ന് അവർക്കും കൂടി തണലാകുന്ന, സമാജത്തിന് തണലാകുന്ന വലിയ ദർശനം, ലോകത്തെ ഒന്നായി കാണുന്ന ദർശനങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോൾ മാത്രമാണ് ഈ ദീക്ഷയ്ക്കൊക്കെ പ്രാധാന്യമുള്ളത്. അല്ലാതെ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടല്ല ദീക്ഷ.